ഒന്നല്ലേ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം റേച്ചലിൻ്റെ ട്രെയിലറിൻ്റെ വീഡിയോ ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ഒത്തിരി സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. രസമായിട്ട് വന്നിട്ടുണ്ട്. റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ആൻഡ് ഇത്രയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് പ്രത്യേകം ഇത്രയും പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.
ഇറച്ചിവെട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് ഞങ്ങള് അഭിനയിച്ചു. ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങള് വിട്ടുവീഴ്ച ചെയ്തെല്ലാം ചെയ്ത ഒരു സിനിമ. ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു. അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷാനെ ചോദിച്ചപ്പോൾ ബാദുഷോത്തിന് മറുപടി എനിക്ക് ഇഷ്ടമായി. ചേട്ടാ ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ല ചേട്ടാ, നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യാം, ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യാം. അപ്പൊ ഞാൻ വെച്ചത് തമാശയായിട്ട് പറയണായിരിക്കും. നോക്കുമ്പോൾ ഡിസംബർ 6 വന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം. അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാനന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു സിനിമ തിയേറ്ററിൽ ഓടാതിരിക്കുന്നത്, സിനിമ ഒരു നല്ല സിനിമയാണ്, പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക് അല്ലെ ചേട്ടൻ അറിയാം, ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാവുന്ന ഒരു ഭാഗ്യം കൂടി ദൈവം കൊടുത്താൽ ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള കാര്യത്തിന് അതുകൂടി വേണം. പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. ഇനി ആരുടെയെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റേച്ചലിന്റെ ഹോൾ ക്രൂവിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അതിപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളൊരു ലീഡിയാണ്, ആൻഡ് നമ്മുടെ ഡയറക്ടർ, ആൻഡ് ഒരു ക്യാരക്ടർ. പക്ഷേ സ്ത്രീ എന്നതിനുള്ള ഉപരി ഒരു കൊമേഴ്ഷ്യൽ വളരെ ഭംഗിയായിട്ടുള്ള പോസ്റ്റേഴ്സിലാണ് ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു മൊമെന്റ്? വാട്ട് യു ഫീൽ റൈറ്റ് നൗ? എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു 10-20 വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതിന്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ്. അദ്ദേഹമാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ആൻഡ് ലാൽ ജോസ് സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതിന് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്ന ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ്. നമുക്ക് നോക്കാം. പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രം. ഞാൻ പ്രതീക്ഷയിലൊക്കെ നമ്മളിങ്ങനെ എത്തിച്ചേരുന്നു. നന്നായിരിക്കുന്നു. ഹണിയുടെ ഇങ്ങനെയൊരു പെർഫോമൻസ് ഇത്രയും നന്നായിട്ട് ഒരു സീരിയസ് ഫിലിമാണ് അല്ലേ എനിക്ക് തോന്നുന്നു റേച്ചൽ. അത് 6-ാം തീയതി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ബാലു മഞ്ജു ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് നടക്കുന്നൊരു പടമാണ്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നടക്കുന്ന പടമൊക്കെ ചിലപ്പോൾ ബാലു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ചാൻസ് അനുഭവമാണ് എനിക്കറിയാം. അതുപോലെ തന്നെ ആനന്ദിനിക്ക് മലയാള സിനിമയിൽ ഒരു വലിയൊരു സീറ്റുണ്ടാവും. എനിവേ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം കാലങ്ങൾക്ക് ശേഷം മനസ്സിൽ തട്ടുന്ന ഒരു സിനിമ ബാബുരാജാണെങ്കിലും വൈദ്യുമായിട്ട് ചിത്രരെല്ലാം ബന്ധപ്പെട്ടവരാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ബാദും മഞ്ജു ഷാബുദ്ദും രാജൻ നിർമ്മാണക്കുമാണ്. നിങ്ങളാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ആനന്ദിനെക്കാളുള്ള ഒരു ഫ്രഷ് ഡയറക്ടർക്ക് വലിയ അവസരം കൊടുത്തിരിക്കുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2005 എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് 2002-03 പൃഥ്വിരാജിന്റെ മീനയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് അങ്ങയുടെ പേര് അങ്ങയുടെ അച്ഛനും മേഘനും കൂടി എന്ന പാടപ്പുറമ്പിൽ എന്ന എപ്പോഴും തോന്നുന്നത് ആ റിസോർട്ടിൽ വന്ന് എന്നെ കാണുകയാണ്. നായികയാണ് മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയാറിന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പള്ളാശ്ശേരി കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ മണിക്കൂട്ടിനെ കീഴടക്കാം അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഇങ്ങനെ അത് വരുന്നതും അങ്ങനെയാണ് ഈ ബോയ് ഫ്രണ്ട് കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ
ഇപ്പോൾ ദിവ്യാവന്യർക്ക് പ്രിയാമനർക്ക് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് അവരുടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും എനിക്ക് സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാർ ഒരു 10 സിനിമ ചെയ്താൽ അതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അത് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാർ 10 സിനിമയ്ക്ക് കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം. സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കറിയാവുന്നൊരു എന്നോട് സംസാരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് അല്ലേ. ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവായിട്ടുള്ള കല്യാണ സുഗന്ധിമാൻ അങ്ങനെയുള്ള പടം ചെയ്ത് പുറപ്പടം വേറെ ആകാശക്കന്നെ ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയെ ലക്ഷ്മി അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് മനസ്സിലേക്ക്. അതായത് കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ സക്സസ് ആവും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ